പൈസ കൊടുക്കണോടാ. അത്യാവശ്യമായിട്ടല്ലേ മൂന്നുണ്ടേ. അമ്മ കണ്ടല്ലായിരുന്ന അവന്റെ അമ്മയുടെ അവസ്ഥ. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടല്ലേ. എന്നാലും 3 ലക്ഷം രൂപയെന്ന് വെച്ചാ 2 മാസം കഴിയുമ്പോഴത്തേക്കും കുറച്ചും തരാന്ന് പറഞ്ഞിട്ടുണ്ട്. സാറേ, ചെറിയൊരു പ്രശ്നമുണ്ട്. അമ്മയുടെ ഓപ്പറേഷൻ കഴിയാൻ വേണ്ടി കാത്തിരുന്നിയാ പൈസ പതുക്കെ തന്നു തീർക്കാന്ന് പറഞ്ഞായിരുന്നു. പൈസയോ? ആര് വാങ്ങിച്ചതിന്റെ പൈസ? അസുഖമൊക്കെ വന്ന് അതൊക്കെ ശരിയാ, പക്ഷെ നാട്ടുകാരെ കാശ് പിടിക്കേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല. പാവ അമ്മയുടെ പേരും പറഞ്ഞാൽ നീ എന്റെ പൈസ അടിച്ചു മര്യാദയ്ക്ക് തന്നോളാം. നീ ഏത് പൈസ? ഒന്ന് പോടാ. മിക്കാറും അവളെ എന്നെ പെടുത്തോളിയാ. നല്ല പൈസയും കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ നോക്കടാ. ഇവിടെ 2-3 ലക്ഷം രൂപ അവൾ ചോദിക്കുന്നത്. ആരെയും പറ്റിക്കടാ. പിന്നെ പൈസ ഉള്ളവനെ പറ്റിക്കുന്ന കാര്യം വലിയ പാടാ. കൂട്ടുകാരെ അറിയില്ലേ നോക്ക്, ആ ബന്ധം പോകുന്നേ ഉള്ളൂ. ഇനിയിപ്പോ എന്ത് ചെയ്യും സാറേ? ചെക്ക് ലീഫോ പ്രോമിസിംഗ് നോട്ട് എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ? ഇല്ല. അഥവാ സൈൻ ചെയ്ത ചെക്ക് ലീഫ് ഉണ്ടായിട്ടും കാര്യമില്ല. അവൻ കൊണ്ട് കൗണ്ടർ കേസ് കൊടുത്താലോ കളഞ്ഞു പോകാന്ന് പറഞ്ഞു. മെയിൻ റീസൺ അതല്ല, 2 ലക്ഷത്തിൽ കൂടുതൽ ക്യാഷ് കൈ കൊടുത്തൂടാ, ബാങ്ക് ട്രാൻസ്ഫർ ആവാന്നുള്ള നിയമം അറിയാല്ലേ? ഇല്ല, അറിയത്തില്ല. നിയമം അറിയത്തില്ലെന്ന് കോടതി ചെന്ന് പറയാൻ പറ്റത്തില്ല. ബാങ്ക് വഴിയായിരുന്നെങ്കിൽ ട്രാൻസാക്ഷൻ കാണിക്കാറുണ്ട്. എന്തായാലും നമുക്ക് കേസ് കൊടുക്കാം. അവന്റെ പുറകെ കിടന്നു ഉള്ളത് കിട്ടിയാൽ കിട്ടി.